ഹായ് ഗായ്സ്, കഥയുടെ നെക്സ്റ്റ് പാർട്ടാണിത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കഴിഞ്ഞ ഭാഗം കാണാത്തവരാണെങ്കിൽ അത് പോയി കണ്ടിട്ട് വരുന്നതാവും നല്ലത്. അപ്പോൾ നമുക്ക് കഥ തുടങ്ങിയാലോ. കഴിക്കാൻ എടുക്കട്ടെ കുഞ്ഞെ, സരസ്വതി അമ്മ പെട്ടെന്ന് ചോദിച്ചു. വേണ്ട സരസു, ഞാനിന്ന് സച്ചുവിനൊപ്പം കഴിച്ചു. നല്ല ചോറും ചാള വറുത്തതും. ശിവ യാമിയെ കണ്ടതായി പോലും ഭാവിക്കാതെ സരസ്വതി അമ്മയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് നടന്നു. കുടിച്ചിട്ടൊന്നുമില്ല, ചെന്ന് ചോദിച്ചു നോക്ക്, തന്നാ ഭാഗ്യം. റൂമിലേക്ക് നടക്കുന്ന ശിവയെ നോക്കി സരസ്വതിയമ്മ യാമിയോട് പറഞ്ഞു. യാമി അവരെ നോക്കി വല്ലായ്മയോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് വേഗം ശിവയ്ക്ക് പിന്നാലെ ഓടി. അപ്പോഴേക്കും ഡോർ അടച്ചോ? അടഞ്ഞു കിടക്കുന്ന ശിവയുടെ റൂമിൻ്റെ ഡോറിന് മുന്നിൽ എത്തിയവൾ വിശ്വാസത്തോടെ ഓർത്തുകൊണ്ട് വേഗം ഡോറിൽ തട്ടി. കുളിക്കാൻ കയറാൻ നിന്നവൻ വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവളെ കാണെ കടുപ്പിച്ചൊന്ന് നോക്കി. ഹായ്, യാമി ഒരു ഇളിഞ്ഞ ചിരിയോടെ പറഞ്ഞു. എന്ത് വേണം? ശിവ അവളെ നോക്കി കടുപ്പത്തോടെ തന്നെ ചോദിച്ചു. സച്ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണോ ശിവ ഫുഡ് കഴിച്ചേ? യാമി ചിരി മായ്ക്കാതെ സൗഹൃദത്തോടെ ചോദിച്ചു. ആണെങ്കിൽ ശിവ ഒരു പുരികം ഉയർത്തി വന്ന ഉദ്ദേശം പറയടി എന്നൊരു ഭാവത്തിൽ നിന്നു. എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യൂ? യാമി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ദയനീയമായി ചോദിച്ചു. ഇല്ല. ചോദിക്കേണ്ട താമസം ശിവ ഇല്ലെന്ന് പറഞ്ഞ് ഡോറടയ്ക്കാൻ ഒരുങ്ങി. ശിവ പ്ലീസ്, ഒരു ഹെൽപ്പ്, നല്ല കുട്ടിയല്ലേ, ഞാൻ കാല് പിടിക്കാം. യാമി വാതിലടക്കാൻ സമ്മതിക്കാതെ കെഞ്ചി. നിനക്ക് പിടിക്കാൻ തരാൻ എൻ്റെ കയ്യിൽ കാലില്ല, മാമി ചെല്ല്. ശിവ സ്വല്പം പുച്ഛത്തിൽ അവളെ നോക്കി പറഞ്ഞു. എനിക്ക് US പോകാനുള്ള ആവശ്യത്തിന് വേണ്ടിയാ, പ്ലീസ്, നിനക്കും ഞാനിവിടുന്ന് പെട്ടെന്ന് പോകണമെന്നല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യ്, അധികം ടൈമില്ല. വീണ്ടും വാതിലടക്കാൻ ഒരുങ്ങുന്നവനെ തടഞ്ഞുകൊണ്ട് യാമി പെട്ടെന്ന് പറഞ്ഞു. ശിവ അവളെ സംശയത്തോടെ നോക്കി. എനിക്കവിടെ അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ 11 മണിക്കൂർ ഓൺലൈൻ എക്സാം ഉണ്ട്. അത് പാസ്സായാലേ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. എൻ്റെ കയ്യിൽ ലാപ്പില്ല. അബേട്ടനോട് ചോദിച്ചു. ആളുടെ ലാപ്പ് ഓഫീസിലാണ്. പ്ലീസ്, നിൻ്റെ ലാപ്പൊന്ന് തരൂ. താൻ പോകുന്ന കാര്യം കേട്ട ശിവ ഒന്ന് തണുക്കും എന്ന് കരുതി അവളുടെ ഊഹം തെറ്റിയില്ല. അവൾ പറഞ്ഞതെല്ലാം ശിവ കാര്യഭാവത്തിൽ കേട്ടു നിന്നു. തരുമോ പ്ലീസ്? യാമി അവനെ നോക്കി വിനയത്തോടെ കെഞ്ചി. ശിവ അവളെ നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അങ്കിള പറഞ്ഞത് ശിവയോട് ചോദിച്ചാൽ മതിയെന്ന്. ഇനിയും ലാപ്പ് തരാൻ ഭാവമില്ലാത്തവനെ പോലെ തന്നെ കൂർപ്പിച്ചു നോക്കുന്നവനെ കാണെ യാമി ചെറിയ പരിങ്ങലോടെ പറഞ്ഞു. 11 മണിയായില്ലല്ലോ, 10:45 ആയുള്ളൂ. പോയിട്ട് ടൈമിന് വാ. ശിവ ഭാവമാറ്റമൊന്നുമില്ലാതെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് കുളിക്കാനായി ബാത്റൂമിലേക്ക് നടന്നു. അയ്യോ, എനിക്ക് ആ സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ട് എന്നൊക്കെ നോക്കണം. പിന്നെ അബേട്ടൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1/2 മണിക്കൂർ ലാപ്ടോപ്പ് എൻ്റെ കൈ തന്നാൽ മതി, കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുതരാം. അവൻ ബാത്റൂമിലേക്ക് കയറും മുന്നേ യാമി വിളിച്ചു പറഞ്ഞു. അതൊന്നും നടക്കില്ല. ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ ലാപ്പ് വേറെ നോക്കിക്കോ. ശിവ അവളെ നോക്കി കാര്യമായി പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. കാലമാടൻ. യാമി ചുണ്ടനക്കി ഞൊടിഞ്ഞുകൊണ്ടൊരു ദീർഘനിശ്വാസത്തോടെ ആ വാതിൽക്കൽ തന്നെ നിന്നു. 6 മിനിറ്റ് കഴിഞ്ഞതും ശിവ കുളിച്ചിറങ്ങി. യാമി വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. ശിവ അത് കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ തന്നെ തല തോർത്തി കബോർഡിൽ നിന്നൊരു ടീഷർട്ട് എടുത്തിട്ടു. ടൈമായി, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? യാമി ചെറിയ ഇഷ്ടക്കേടോടെ അവനോട് ചോദിച്ചു. ശിവ അവളെ ഒന്ന് നോക്കി. പിന്നെ ഒരു മൂളലോടെ മേശയിൽ നിന്നും അവൻ്റെ ലാപ്പ് എടുത്ത് അവൾക്കിരിക്കാനുള്ള ടേബിളിന് മേലേക്ക് വെച്ചു. യാമി തിടുക്കത്തോടെ അകത്തേക്ക് കയറി കസേരയിൽ വന്നിരുന്നു. ലാപ്പ് ഓണായി വരുന്നതേ ഉള്ളൂ. പാസ്വേഡ്? യാമി ചോദ്യത്തോടെ അവനെ നോക്ക്. ഇനിയും നനവ് മാറാത്ത മുടി ഒന്നുകൂടെ തോർത്തുകയായിരുന്നു ശിവ. അവൾ ചോദിക്കുന്നത് കേൾക്കെ അവൾക്ക് അടുത്തേക്ക് വന്ന് അവൾ ഇരിക്കുന്നതിന് പിന്നിലായി വന്ന് നിന്ന് മുന്നോട്ടൽപ്പം മാഞ്ഞുകൊണ്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്തു. എന്തോ മനം മയക്കുന്ന ഒരു ബോഡി വാഷിൻ്റെ ഗന്ധം യാമിയുടെ ഹൃദയമിടിപ്പേറ്റി. കഴുത്തോരം എത്തി നിൽക്കുന്നതിൻ്റെ മുഖം തന്നിലാകെ ഒരു പരിഭ്രമം നിറയ്ക്കുന്നു. കണ്ണുകൾ വെറുതെ അവൻ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് കണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത്രയും വേഗത്തിൽ ചലിക്കുന്ന അവൻ്റെ കൈവിരലുകൾ അവളെ കുഴക്കി. ആദ്യത്തെ അക്ഷരമല്ലാതെ പിന്നീട് അവൻ എന്ത് ടൈപ്പ് ചെയ്തു എന്ന് ചോദിച്ചാൽ പറയാൻ അറിയാത്ത വിധം വേഗത്തിലായിരുന്നു അവൻ്റെ ടൈപ്പിംഗ്. ലിങ്കൊന്നും കിട്ടിയില്ലേ? ശിവയുടെ പരുക്കം മാറുന്ന സ്വരം യാമി പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് മുഖം ചെരിച്ചു നോക്കി. എൻ്റെ മുഖത്തോട്ട് നോക്കാനല്ല, സൈറ്റിൻ്റെ ലിങ്ക് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കയറി ഡീറ്റെയിൽസ് കൊടുക്ക്. തന്നെ നോക്കുന്നവളെ കാണെ മുഴക്കത്തോടെ പറഞ്ഞുകൊണ്ടവൻ അവളിൽ നിന്നും അകന്നു മാറി ദൂരേക്ക് നിന്നു. ഹോ മോരടൻ. പെട്ടെന്നുയർന്ന അവൻ്റെ ശബ്ദത്തിൽ ഇറുക്കി കണ്ണടച്ച് പോയവൾ മെല്ലെ ചുണ്ടനക്കി പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വേണ്ടതൊക്കെ ചെയ്തു.
പേടിച്ചതുപോലെ പരസ്പരം നേരിൽ കണ്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ലായിരുന്നു അത്. വാട്സാപ്പ് ചാറ്റിംഗ് പോലെ ഒരു ചാറ്റ്. ആദ്യം അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അവൾ തെറ്റാതെ ഉത്തരം അയച്ചെങ്കിലും ഇടയ്ക്കൊന്ന് തെറ്റിയതോടെ മുന്നോട്ട് മറുപടി പറയാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയി ആൾക്ക്. ശിവ. ഒട്ടും അറിയാത്തൊരു ചോദ്യം വന്നതും യാമി വല്ലായ്മയോടെ ശിവയെ വിളിച്ചു. ഫോൺ നോക്കി ഇരിക്കുകയായിരുന്ന ശിവ യാമിയുടെ വിളി കാണെ അവളെ മുഖം ഉയർത്തി നോക്കി. ഒന്നാ ബേട്ടനെ വിളിക്കോ? യാമി അപേക്ഷയോടെ അവനെ നോക്കി. എന്തിനാ? ശിവ അവളെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കിതിൻ്റെ ആൻസർ അറിയില്ല. പ്ലീസ് ഒന്ന് വിളിക്ക്. ടൈം ഇപ്പോൾ കഴിയും. യാമി കണ്ണൊക്കെ ഇപ്പം നിറയും എന്ന പോൽ അവനെ നോക്കി. അവനല്ലല്ലോ, നീയല്ല അമേരിക്കയിലേക്ക് പോകുന്നത്. നല്ലോണം ആലോചിച്ച് നോക്ക്, കിട്ടും. ശിവ അല്പം സൗമ്യമായി പറഞ്ഞു. എനിക്ക് കിട്ടുന്നില്ല ശിവ. ഇപ്പം തന്നെ 2 ആൻസർ തെറ്റി. ഇനും തെറ്റിയാ പ്ലീസ് ഒന്ന് വിളിക്ക്. യാമി കരയുന്ന പോലെ അവനെ നോക്കി. ശിവ അവളെ ഉറ്റുനോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ ശല്യം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെങ്കിൽ മതി പ്ലീസ്, യാമി കെഞ്ചി. ശിവ മെല്ലെ എണീറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് നേരെ നിന്നതുപോലെ അവൾക്ക് പിന്നിലായി നിന്ന് ലാപ്പിലെ ചോദ്യം വായിച്ചു നോക്കി. മുഴുവൻ വായിച്ചോ എന്ന് പോലും സംശയമാണ്. അതിനു മുന്നേ അവൻ വളരെ വേഗത്തിൽ അതിനുള്ള മറുപടി ടൈപ്പ് ചെയ്തതും യാമി അവനെ ചെറിയ അതിശയത്തോടെ നോക്കി. പിന്നീടുള്ള 2-3 ചോദ്യങ്ങളും ശിവ തന്നെ ആൻസർ ചെയ്തു. വിജയകരമായി ആ എക്സാം അവൾ കംപ്ലീറ്റ് ചെയ്തതും അവർ അവളെ അങ്ങോട്ട് വെൽക്കം ചെയ്തുകൊണ്ടൊരു നോട്ടും ഒപ്പം വിജയാശംസകളും നേർന്നു. യാമി വല്ലാത്തൊരു ആശ്വാസത്തോടെ കസേരയിലേക്ക് ചാഞ്ഞിരുന്നതും ശിവ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ അടുത്തു നിന്നും മാറി അപ്പുറത്തുള്ള ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്തു കുടിച്ചു. പെട്ടെന്നാണ് ലാപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. യാമി അവളുടെ എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതി ആ മെസ്സേജ് ശ്രദ്ധിച്ചെങ്കിലും പുതിയ പ്രൊജക്റ്റിൻ്റെ ടോക്കൺ അഡ്വാൻസ് 50 ലക്ഷം രൂപ അയച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഒഫീഷ്യൽ ഇമെയിൽ ആയിരുന്നു അത്. നോട്ടിഫിക്കേഷൻ ടൈമിൽ വന്നതായതുകൊണ്ട് തന്നെ അത്ര മാത്രമേ അവൾക്ക് ആ മെസ്സേജിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. മെസ്സേജ് വായിച്ചൊരു അതിശയത്തോടെ യാമി ശിവയെ നോക്കി. ആ ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്ത് ഒരലസഭാവത്തിൽ കുടിക്കുകയാണിപ്പോഴും. കഴിഞ്ഞില്ലേ? യാമി നോക്കുന്നത് കണ്ടതും ശിവ ചാടിക്കടിക്കും പോലെ അവളോട് ചോദിച്ചു. കഴിഞ്ഞു, യാമി പെട്ടെന്ന് പറഞ്ഞു. എന്നാൽ എണീറ്റ് പോയി കിടന്നുറങ്ങാൻ നോക്കടി. ശിവ അവളുടെ അടുത്തേക്ക് വന്ന് ലാപ്പ് ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ട് പറഞ്ഞു. താങ്ക്സ്. യാമി ആത്മാർത്ഥമായൊരു ചിരിയോടെ അവനെ നോക്കി. ഓ ആയിക്കോട്ടെ. ശിവ അവളെ നോക്കി ഒരു ഇളിയോടെ തലയാട്ടി. ശിവ കിടക്കാറായോ? അവന് ദേഷ്യം പിടിക്കും എന്നറിയാമെങ്കിലും യാമി വെറുതെ ചോദിച്ചു. ഇല്ല, ഒരു പാട്ട് മത്സരമുണ്ട്, അതിന് പാട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്തേ, മാമിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ശിവ നാടകീയമായും പറഞ്ഞു. ശിവ പാടുമോ? തന്നെ കളിയാക്കിയതാണ് എന്ന് മനസ്സിലായെങ്കിലും അവൾ തെല്ലതിശയഭാവത്തിൽ അവനോട് ചോദിച്ചു. ദേ പെണ്ണെ, എന്നെക്കൊണ്ട് വാവിട്ടൊന്നും പറയിക്കാതെ പോകാൻ നോക്ക്. ശിവ വാതിലിന് നേർക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേഷ്യമടക്കി. ഇതെന്തൊരു ദേഷ്യ ശിവ നിനക്ക്, അതും ഒരു കാര്യവുമില്ലാതെ. മനുഷ്യരോട് ഇത്തിരി മയത്തിൽ പെരുമാറിയാൽ എന്താ? യാമി ഒരു ചൊടിയോടെ അവന് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് സൗകര്യമല്ല, നീ എന്ത് ചെയ്യും? ശിവ നെഞ്ച് വിരിച്ച് അവളുടെ തൊട്ടു മുന്നിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ഞാനെന്ത് ചെയ്യാൻ? തന്നോട് ചേർന്ന് നിന്ന് മൂർച്ചയോട് ചോദിക്കുന്നവനെ കാണെ യാമി ഒരു പിടപ്പോടെ പിന്നിലേക്ക് നീങ്ങി നിന്നു. എങ്കിൽ എന്നെ പഠിപ്പിക്കാൻ നിൽക്കാതെ പോകാൻ നോക്ക്. ശിവ അവൾക്ക് വീണ്ടും റൂമിന് പുറത്തേക്കുള്ള വഴി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവകാശമുണ്ടെങ്കിലും ഞാനിവിടെ നിന്റെ കൂടെ കയറി താമസിക്കാനൊന്നും വന്നതല്ല, പൊക്കോളാം. യാമി അവനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നതും ശിവയെ അവളെ ചൊരിഞ്ഞു നോക്കി. പൊന്നുമോളനെ അവകാശം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വന്നതാണോ? ശിവ ഒരു ഭീഷണിയോടെ നോക്കി. എന്നെ ഇങ്ങനെ കാണുന്നിടം വെച്ച് ചാടിക്കടിക്കാനാ നിന്റെ ഭാവമെങ്കിൽ ഞാൻ എൻ്റെ അവകാശം കാണിച്ചെന്ന് വരും. യാമി തെല്ലു കൂസലില്ലാതെ പറഞ്ഞതും ശിവ ഇവൾ എന്തിനുള്ള പുറപ്പാടാ എന്ന ഭാവത്തിൽ നിന്നു. എന്തവകാശം? ബെഡിലിരുന്ന് മുഖം വീർപ്പിക്കുന്നവളെ ഇതെന്ത് ജീവിയെന്ന് കാണെ നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. എനിക്ക് ശിവയുടെ മേൽ എന്തവകാശം ഉള്ളതെന്ന് ശിവയ്ക്ക് അറിയില്ലേ? യാമി കൂർമ്മതയോടെ അവനെ നോക്കി. എനിക്കറിയില്ല. ഇന്നേ വരെ എൻ്റെ മേൽ നിനക്കെന്നല്ല ഒരുത്തിക്കും ഞാൻ അവകാശം കൊടുത്തിട്ടില്ല, ഇനിയോട്ട് കൊടുക്കുകയുമില്ല. ശിവ തീർത്ത് പറഞ്ഞുകൊണ്ട് ലാപ്പിനടുത്തുള്ള കസേരയിലേക്കിരുന്നു. അതൊക്കെ പണ്ട്. ഇപ്പം നീ എൻ്റെ ഭർത്താവാണ്. ഈ ലോകത്തൊരു പെണ്ണിനും അവകാശമില്ലെങ്കിലും എനിക്ക് നിൻ്റെ മേൽ അവകാശമുണ്ട്. യാമി ഇത്തിരി ഗമയോടെ തന്നെ പറഞ്ഞു നിർത്തിയതും ശിവ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് കഴിഞ്ഞിരുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ യാമി ശരിക്ക് പേടിച്ചു പോയി. വേണ്ടാത്തത് പറഞ്ഞ ഭിത്തിയിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും നിന്നെ. കെട്ടി അന്ന് തന്നെ ഞാൻ പറഞ്ഞതാ നിന്നോട്, ആ അവകാശം പറഞ്ഞെൻ്റെ അടുത്തേക്ക് വരരുതെന്ന്. ദേഷ്യത്തിൽ വിറഞ്ഞു നിൽക്കുന്നവൻ കവള് കൊഴിഞ്ഞു പോകും വിധം കുത്തിപ്പിടിച്ച് കലിയോടെ പറഞ്ഞതും യാമിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിപ്പോയി.
എനിക്ക് വേദനിക്കുന്നു ശിവ. ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാ, വിട്ടെ. യാമി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളിലുള്ള പിടി മാറ്റാൻ ശ്രമിച്ചു. മേലാൽ ഇങ്ങനത്തെ തമാശയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ശിവ അവളിലുള്ള പിടി വിട്ടുകൊണ്ട് ഒരു ഭീഷണിയോടെ പറഞ്ഞു. എന്നെ കൊല്ലുമോ നീ? യാമി മുഖം ഒഴിഞ്ഞു വേദനയോടെ ചോദിച്ചു. ആവശ്യമുണ്ടെങ്കിൽ. ശിവ അവളുടെ മുഖത്തേക്ക് അലസമായി നോക്കി. കവളാകെ ചുവന്നു പോയിരിക്കുന്നു. അതിന് മാത്രം ശക്തിയിൽ താൻ പിടിച്ചോ? മുഖത്തെ ചുവപ്പ് കാണെ അവൻ അറിയാതെ ചിന്തിച്ചു പോയി. ലോകത്തെ ഏത് പൊട്ടൻ്റെ കൂടെ ഭാര്യയായി ജീവിക്കേണ്ടി വന്നാലും നിന്റെ കൂടെ ഞാൻ ജീവിക്കില്ല. യാമി അവനെ നോക്കി ഈർഷ്യത്തോടെ പറഞ്ഞു. ഓ, നല്ല കാര്യം. ശിവ അവളെ നോക്കി വലിയ ഉപകാരം എന്നപ്പോൾ തലയാട്ടി. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും എന്നെ ഇങ്ങനെ നോവിക്കാൻ ഉദ്ദേശമെങ്കിൽ അന്ന് അവിടെ നടന്നതൊക്കെ ഞാൻ അങ്കിളിനോട് പറഞ്ഞു കൊടുക്കും. യാമി മുഖം വീർപ്പിച്ചവനെ നോക്കി. നീ പറയൂ. ശിവ ഭീഷണിയോടെ അവളെ തിരിച്ചു നോക്കി പേടിപ്പിച്ചു. പറയും. ഇപ്പം എന്നെ നോവിച്ച് പറയില്ലെന്ന് പറയിപ്പിച്ചാലും ഈ റൂമൊന്ന് പുറത്തിറങ്ങിയ അപ്പം ഞാൻ അങ്കിളിനെ കണ്ട് നടന്നതൊക്കെ പറഞ്ഞു കൊടുക്കും. യാമി വീറോടെ പറഞ്ഞതും ഇവളെ തല്ലിക്കൊന്ന ആരെങ്കിലും ചോദിക്കാൻ വരുമോ എന്നൊരു ഭാവത്തിലായിരുന്നു ശിവയുടെ നിൽപ്പ്. നീ പറഞ്ഞതിനൊക്കെ ഒരക്ഷരം മറുത്ത് പറയാതെ സമ്മതിച്ചതല്ലേ ഞാൻ. എന്നിട്ടും എന്തിനാടോ എന്നോട് ഈ ദേഷ്യം? സ്നേഹമൊന്നും വേണ്ട. ഇങ്ങനെ ചാടിക്കളിക്കാതെ മര്യാദയ്ക്ക് നിന്നൂടെ? യാമി പരിഭവത്തോട് ചോദിച്ചതും ശിവ അവളെ നോക്കി നീ പറയടി എന്ന മട്ടിൽ നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. 50 ലക്ഷമൊക്കെ ടോക്കൺ അഡ്വാൻസായി കിട്ടാൻ മാത്രം വലിയ ജോലിയൊക്കെ ഉണ്ട് ശിവയ്ക്ക്. ഞാൻ കണ്ടു നോട്ടിഫിക്കേഷൻ വന്നത്. സത്യത്തിൽ എൻ്റെ മോനെന്താ ജോലി? യാമി വലിയൊരു കള്ളം കണ്ടുപിടിച്ചേ എന്നൊരു ഭാവത്തിൽ ശിവയുടെ അരികിലേക്ക് ചെന്ന് അവൻ്റെ കാതോരം ഏന്തി വലിഞ്ഞുകൊണ്ട് രഹസ്യം പോലെ ചോദിച്ചതും ശിവ അവളെ കല്ലടപ്പ് ഞെരിച്ചൊന്നു നോക്കി. പറമോനെ ശിവ, ശരിക്കും ഇയാൾക്ക് എന്താ ജോലി? യാമി ഒരു കള്ളനോട്ടത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓ, അങ്ങനെ പറയത്തക്ക ഒന്നുമില്ല മാമി. അല്ലറ ചില്ലറ കൊട്ടേഷൻ വർക്ക്. നമുക്കും ജീവിക്കേണ്ടേ? ശിവ വല്ലാത്തൊരു വിനയത്തോടെ അവളെ നോക്കി പറഞ്ഞതും യാമിയുടെ കണ്ണുകൾ അവനെ നോക്കി മിഴിഞ്ഞു. ഓ പിന്നെ, ഞാൻ ആരോടെങ്കിലും പറയുമോ എന്ന് കരുതി കള്ളം പറയുന്നും വേണ്ട. ഞാൻ ആരോടും പറയില്ല. സത്യമായിട്ടും ആരോടും പറയില്ല. അവൻ പറഞ്ഞതെങ്ങാനും സത്യമാണോ ഈശ്വര എന്നൊരു ഭാവത്തിൽ യാമി വല്ലാത്തൊരു പരിഭ്രമത്തോടെ അവനെ നോക്കി. നീ പറയരുത്. പറഞ്ഞ നിന്നെ ഞാൻ കൊല്ലും. ഇപ്പോൾ വന്ന 50 ലക്ഷം ഇല്ലേ, അതാരുടെ അക്കൗണ്ടിൽ നിന്ന് വന്നതാണെന്നാണ് നിൻ്റെ വിചാരം? നിൻ്റെ പേര് വായിച്ചില്ലേ? ഇനി ശ്രദ്ധിക്കാൻ വിട്ടുപോയതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പൂക്കോട്ടുപടി സ്റ്റേഷനിൽ SI ജയപാൽ ആളാണ് ആ ക്യാഷ് അയച്ചത്. കൊട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ നിന്നെ തട്ടുക. ശിവ അവൻ്റെ ബെഡിലേക്ക് മലർന്നു കിടന്നുകൊണ്ട് പറഞ്ഞതും യാമി തൊണ്ടയിലെ വെള്ളം വറ്റി വരണ്ടപ്പോൾ അവനെ നോക്കി. ഇവൻ്റെ ഈ മനുഷ്യത്വമില്ലാത്ത പ്രകൃതം പറഞ്ഞതൊക്കെ സത്യമാണോ എന്നൊരു ചെറിയ സംശയം അവളുടെ ഉള്ളിൽ ഉടലെടുത്തു. അതേ നിമിഷം അങ്ങനെയല്ലെന്നും തോന്നി. ഞാൻ വിശ്വസിച്ചു പോരെ. ചെറിയൊരു സംശയം തോന്നിയെങ്കിലും യാമി അതൊട്ടും വിശ്വസിക്കാത്ത ഭാവത്തിൽ പറഞ്ഞു. ഓ, എന്നാൽ മാമി ചെന്ന് കിടക്കാൻ നോക്ക്. പോകുമ്പോൾ ആ ഡോർ അടച്ചിട്ട് വേണം പോവാൻ. ശിവ കണ്ണടച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. ജോലി പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? യാമി പിന്നെയും ഒരു ചോദ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നതും ഈ പെണ്ണിനെ കൊണ്ട് തോറ്റല ദൈവമേ എന്നൊരു ഭാവത്തിൽ അവളെ നോക്കി അവൻ. ഇന്നുച്ചയ്ക്ക് പറഞ്ഞില്ലേ അൻവിയുടെ ഹസ്ബൻഡിനെ ഹാർമോണിയവും ഫ്ലൂട്ടും ഒരുമിച്ച് വായിക്കണമെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞേ? യാമി ചോദ്യത്തോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ശിവ അവളെ നോക്കി മെല്ലെ ബെഡിൽ എണീറ്റിരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പറ ശിവ, അതുകൊണ്ടെന്താ നീ മീൻ ചെയ്തത്? ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ നീ പറഞ്ഞതെന്ന് അറിയാനാ. പ്ലീസ് പറ. യാമി അവൻ്റെ അടുത്തേക്ക് അല്പം ചേർന്ന് നിന്നുകൊണ്ട് രഹസ്യമായി ചോദിച്ചു. നീ എന്താ ഉദ്ദേശിച്ചത്? ആദ്യം അത് പറ. ശിവ അവളെ ഒന്ന് നോക്കി ചോദിക്കുന്നതിനോടൊപ്പം അവളുടെ അരികിൽ നിന്നും കുറച്ചകലമിട്ട് നിന്നു. നീ പറ, ഞാൻ നല്ലതൊന്നുമല്ല ഊഹിച്ചത്. യാമി പിന്നെയും അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ മീൻ ചെയ്തതും അത്ര നല്ലതല്ല. പറ. ശിവ അവൻ്റെ മേശയിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും ഞാനെങ്ങനെയാ അത് പറയാ? മൂക്കിലേക്ക് കടിച്ചു കയറുന്ന സിഗരറ്റിൻ്റെ പുകയെ കൈകൊണ്ട് മെല്ലെ തട്ടി ശിവയെ മുഖം ചുളിച്ച് നോക്കിക്കൊണ്ടവൾ പറഞ്ഞു. മാമി സംശയം പറയുന്നുണ്ടേ പറ, ഇല്ലെങ്കിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ശിവ അലസമായി പറഞ്ഞുകൊണ്ട് മെല്ലെ റൂമിന് പുറത്തേക്ക് നടന്നു. കക്ഷി ഗേ ആണോ? മുന്നോട്ട് നടന്ന ശിവയുടെ തോളിൽ പിടിച്ച് അവനെ തൻ്റെ ഹൈറ്റിനൊത്ത് നിർത്തിക്കൊണ്ട് അത്രയും രഹസ്യമായി ചോദിച്ചതും നീയാൾ തിരക്കേടില്ലല്ലോടി എന്ന പോലെ ശിവ കവളിൽ നാക്കുമുഴപ്പിച്ചൊരു ചിരിയോടെ അവളെ നോക്കി. ആണോ? യാമി സ്വകാര്യമായി തന്നെ പിന്നെയും ചോദിച്ചു. ശിവ അവളെ നോക്കി അതേ ചിരിയോടെ അതേന്ന് തലയാട്ടിക്കൊണ്ട് സിഗരറ്റ് ആനു വലിച്ചു. അപ്പോൾ
അപ്പോൾ പിന്നെ അയാൾ എന്തിനാ അന്വയെ വിവാഹം കഴിച്ചത്? യാമി ശിവയ്ക്ക് പിന്നാലെ തന്നെ ചെന്നു. മാമി ചെല്ല്, സമയം 12ആയി, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ശിവ അവളെ നോക്കാതെ മുറ്റത്തേക്ക് നോക്കി സിഗരറ്റ് പുകച്ചുകൊണ്ട് പറഞ്ഞു. പറ ശിവ, ശരിക്കും അന്വയുടെ പ്രശ്നം എന്താ? യാമി അറിയാനുള്ളൊരു തിടുക്കത്തിൽ അവൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നു. ഇപ്പം ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു, പോയി കിടന്നുറങ്ങാൻ. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നേഹം നൊന്ത നീ ഇവിടുന്ന് പോകൂ. അത് വേണ്ടെങ്കിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ശിവ ചെറിയ ദേഷ്യത്തോടെ പറഞ്ഞതും യാമി അവനെ ചെറിയ ഈർഷ്യത്തോടെ നോക്കി. നീ ഒന്നും പറയണ്ട, ഞാൻ അവളോട് തന്നെ ചോദിച്ചോളാം, അല്ലെങ്കിൽ സച്ചുവേട്ടനോട് ചോദിച്ചോളാം. യാമി ചൊടിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തു നിന്നും റൂമിലേക്ക് തിരിഞ്ഞു നടന്നു. ശിവ അവൾ പറഞ്ഞതൊന്നും കേട്ടതായി പോലും ഭാവിക്കാതെ ബാൽക്കണിയിലെ ഇരിപ്പുപടിയിലിരുന്ന് ഇരുൾ മൂടി ആകാശത്തേക്ക് നോക്കി. കാവ്യ വേണ്ടെന്ന് പറഞ്ഞതിലിപ്പോൾ ചെറിയ നിരാശയുണ്ടല്ലേ? കാതാരം ഒരു കാറ്റുപോലെ യാമിയുടെ സ്വരം. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൻ അവളെ കൈയെത്തി പിടിക്കാനാഞ്ഞതും യാമി അത് മുൻകൂട്ടി കണ്ടതുപോലെ റൂമിലേക്ക് ഓടി ഡോറടച്ചു. ഡി, ശിവ അവളുടെ റൂമിന് നേർക്ക് നോക്കി ചീറി. പോടാ. യാമി വാതിലിനുള്ളിലൂടെ തല മാത്രം പുറത്തേക്കിട്ട് അവനെ നോക്കി കൊഞ്ഞനം കുത്തി. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും, നോക്കിക്കോ, ശിവ അരിശത്തോടെ പറഞ്ഞു. അതിന് ഞാനെന്ത് പറഞ്ഞു? നട്ടപ്പാതിരെ കഴിഞ്ഞിട്ട് ഉറക്കമില്ലാതെ ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുന്നത് മുൻപ് വേണ്ടെന്ന് പറഞ്ഞ നാളെ വിവാഹമുള്ള നിന്റെ കസിൻ കെട്ടാൻ പോകുന്ന ആ കാവ്യ ഓർത്താണെന്ന് ഞാൻ മാത്രമല്ല, സരസ്വതിയമ്മ വരെ പറയുന്നുണ്ട്. യാമി അവനെ നോക്കി ചൂടിയോടെ പറഞ്ഞതും ശിവ ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് അവളെ തല്ലാനായി വന്നു. യാമി പേടിയോടെ വേഗം ഡോറടച്ച് ലോക്ക് ചെയ്തു. തുറക്കടി, ശിവ വാതിൽ തട്ടി ദേഷ്യത്തോടെ പറഞ്ഞു. ആ, ഇപ്പം തുറക്കും, കാത്തിരുന്നോ. യാമി വാതിൽ പുറം ചാഞ്ഞ് നിന്നൊരു ചിരിയോടെ പറഞ്ഞു. നിന്നെ എൻ്റെ കൈ കിട്ടും മോളെ, നോക്കിക്കോ, ഇതിനുള്ളത് ഞാൻ തരും, ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. ഓ ആയിക്കോട്ടെ. ഇപ്പോഴുള്ള അവൻ്റെ ദേഷ്യം മനസ്സിൽ കണ്ട് മനോഹരമായൊരു ചിരിയോടെ അവൾ തലയാട്ടി. ശിവ ദേഷ്യം മാറാതെ ബാൽക്കണിയിലേക്ക് തന്നെ വന്നിരുന്ന് ഒരു സിഗരറ്റ് കൂടെ കത്തിച്ചു. അതേസമയം തന്നെയാണ് അബി അവൻ്റെ റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് വന്നത്. ശിവയെ അവിടെ കണ്ടതും തിരികെ റൂമിലേക്ക് തന്നെ നടക്കാൻ തുനിഞ്ഞവൻ പെട്ടെന്ന് ഓർത്തുകൊണ്ട് ശിവയുടെ അടുത്തേക്ക് തന്നെ ചെന്നു. അബി വന്ന് താൻ ഇരിക്കുന്നതിന് എതിർവശത്തായി ഇരുന്നത് കണ്ടെങ്കിലും ശിവ ഒന്നും മിണ്ടില്ല. യാമിക്ക് ലാബ് കൊടുത്തോ നീ? ഏറെ നേരം കഴിഞ്ഞതും അബി മെല്ലെ ചോദിച്ചു. ഇല്ല, ശിവ ഒട്ടും ചിന്തിക്കാതെ മറുപടി പറഞ്ഞു. നീ എന്താ രുദ്ര ഇങ്ങനെ? അവളുടെ അഡ്മിഷൻ ശരിയാവാൻ അത്യാവശ്യമായി അറ്റൻഡ് ചെയ്യേണ്ട എക്സാം ആയിരുന്നു. ഇത്രയ്ക്ക് ദേഷ്യം എന്തിനാ നിനക്ക് അവളോട്? ഓ ഒന്ന് നിർത്ത്, ഞാൻ കൊടുത്തിട്ടുണ്ട്. 5 പൈസയുടെ വിവരമില്ലാത്തവൾ, എങ്ങനെയും പോട്ടെ എന്ന് കരുതി. അറിയാത്ത ആൻസറും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീ സമാധാനമായി പോയി കിടന്നുറങ്ങാൻ നോക്ക്. അബി ഉപദേശിച്ചു തുടങ്ങിയതും വല്ലാത്തൊരു അസ്വസ്ഥതയോടെ ശിവ അവനെ നോക്കി പറഞ്ഞു. അബി പിന്നൊന്നും മിണ്ടിയില്ല. അവനെ നോക്കി കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നു. നാളെ വരില്ലേ നീ? ഒത്തിരി നേരം കഴിഞ്ഞതും അബി മെല്ലെ അവനോട് ചോദിച്ചു. എന്നെ പ്രതീക്ഷിക്കൊന്നും വേണ്ട, ഞാൻ ചിലപ്പോഴേ വരും, എനിക്ക് വേറെ അത്യാവശ്യമുണ്ട്. ശിവ മുറ്റത്തേക്ക് നോക്കി അലസമായി പറഞ്ഞു. എന്തത്യാവശ്യം? അബി ചോദ്യത്തോടെ അവനെ നോക്കി. അത്യാവശ്യമുണ്ട്, ശിവ അത്രമാത്രം പറഞ്ഞു. അച്ഛൻ ചോദിച്ചാൽ എന്ത് പറയണം? നീ വരുമെന്നല്ലേ അച്ഛനോട് പറഞ്ഞത്. അവിടെ വരുന്നവരൊക്കെ നിന്നെ തിരക്കും. ദേവുമ്മ വരില്ലേ? അബി അവനെ നോക്കി സൗമ്യമായി ചോദിച്ചു. എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ തിരിക്കുമൊന്നും അല്ലല്ലോ, ആണോ? ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ വരാന്ന്. നോക്കട്ടെ. ശിവ ദേഷ്യത്തോടെ അവനെ നോക്കി അവിടുന്ന് എണീറ്റ് റൂമിലേക്ക് നടന്നു. ആ പിന്നെ മനോജങ്ങളും ഫാമിലിയും ഉണ്ടാകും അവിടെ. ആ ഡാഷ് മോനെ കുഞ്ഞാളുടെ അടുത്തേക്ക് അടുപ്പിക്കരുത്. കൂട്ടം കൂടി അവളെ ഉപദേശിക്കാനും സമ്മതിക്കരുത്. അങ്ങനെ എന്തെങ്കിലും നടന്നെന്ന് ഞാൻ അറിഞ്ഞ കല്യാണ വീടാണെന്നൊന്നും ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാം. റൂമിലേക്ക് നടന്നവൻ പെട്ടെന്ന് തിരിഞ്ഞ് ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. എന്നെക്കൊണ്ട് കഴിയും പോലെ ഞാൻ നോക്കാം. പക്ഷേ അവരൊക്കെ വരുന്നത് തന്നെ ഈ വിഷയത്തിലൊരു തീരുമാനം ഉണ്ടാക്കാനാ. അച്ഛൻ അവളെ തിരികെ അയക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അഭിമെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് ശിവയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. നടക്കില്ല. ശിവ മൂർച്ചയോടെ അവനെ നോക്കി. ശിവ, ഭാര്യയും ഭർത്താവും ആവുമ്പോൾ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അതിന് നമ്മളിങ്ങനെ വാശി പിടിച്ച് ആ ബന്ധം ഒഴിഞ്ഞാൽ നിന്നാൽ അത് നടക്കുന്ന കാര്യമാണോ? അഭി ചെറിയൊരു ദേഷ്യത്തോടെ അവനെ നോക്കി. അവർ തമ്മിലുള്ള പിണക്കം ചെറുതാണോ വലുതാണോ എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ആ മോനെങ്ങാനും കെട്ടിയ താലിയുടെ അവകാശവും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന കുത്തിക്കൊല്ലും ഞാൻ, പറഞ്ഞേക്കാം. ഈ ബന്ധം മുന്നോട്ട് പോകില്ലെന്ന് മര്യാദയ്ക്ക ഞാൻ ഇപ്പോൾ പറയുന്നത്. കാര്യകാരണങ്ങൾ വിശദീകരിച്ച് എല്ലാവർക്കും വ്യക്തമാവുമ്പോൾ പ്രശ്നം പറഞ്ഞ 2 കുടുംബവും 2 വഴിക്കാവും. അത് വേണ്ടെന്ന് കരുതിയാ ഞാനൊന്നും മിണ്ടാത്തത്. പക്ഷേ എനിക്ക് അവളേക്കാൾ വലുതല്ല കുടുംബ ബന്ധമെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേക്കുന്നേ.
ശിവ അത്രയും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നതും കുഞ്ഞോളും തേജും തമ്മിൽ എന്തോ കാര്യമായ പ്രശ്നമാണുള്ളതെന്ന് അബിക്ക് മനസ്സിലായി. പക്ഷെ അതെന്തായിരിക്കുമെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. എന്തായാലും വീട്ടിൽ ഇനിയും ഇതൊരു വലിയ പ്രശ്നമാവും. അച്ഛനും ശിവയും തമ്മിൽ നല്ല വഴക്ക് നടക്കും. കാരണം ശിവയ്ക്ക് സച്ചു എങ്ങനെയാണോ അതുപോലെയാണ് അച്ഛന് മനോജെങ്കിൽ. വരാൻ പോകുന്ന വാക്കുതർക്കങ്ങൾ ആലോചിക്കെ അടഞ്ഞു കിടക്കുന്ന ശിവയുടെ റൂം നോക്കി അബി ഒരു ദീർഘനിശ്വാസം എടുത്തുപോയി. ഇന്നലെ ആ ചെക്കൻ നിനക്ക് വേണ്ടതൊക്കെ തിന്നോ അതോ ആട്ടിയിറക്കിയോ? വിവാഹ വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയിൽ അടുക്കളയിലെ ജോലി പെട്ടെന്ന് തീർക്കുകയായിരുന്ന സരസ്വതിയമ്മ സഹായത്തിന് നിൽക്കുന്ന യാമിയെ നോക്കി ചോദിച്ചു. അതൊക്കെ കിട്ടി, ഒരു ചിരിയോടെ യാമി പറഞ്ഞു. നീ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചില്ലേ? ഒന്നും മറന്നൊന്നും ഇല്ലല്ലോ? ഇല്ലമ്മ, എടുത്തു വെച്ചു. പാർട്ടി വെയർ ഡ്രസ്സൊന്നും യാമിയുടെ കയ്യിലില്ലായിരുന്നു. ഇന്ന് കാലത്ത് കുഞ്ഞോള 2 കൂട്ടം ഡ്രസ്സ് കൊണ്ട് തന്നത്. അബിയേട്ടൻ വാങ്ങിച്ചതാ, താൻ തരാൻ മറന്നുപോയതാ എന്ന് പറഞ്ഞു. അളവൊക്കെ നല്ല കൃത്യമായതുകൊണ്ട് മറ്റൊന്നും അതിൽ ചെയ്യാനില്ല. സരസ്വതി പോയി ഒരുങ്ങിക്കോളൂ കേട്ടോ, 10 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. യാമി മോള് ചെന്ന് റെഡിയായി വാ. പറഞ്ഞ നേരത്തിന് ഒരുക്കം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മതി അനിക്കും അദ്ദേഹത്തിന് മുഖം കടുപ്പിക്കാൻ. സുഭദ്രാമ്മ അടുക്കളയിലേക്ക് വന്ന് യാമയോടും സരസ്വതി അമ്മയോടും കൂടി പറഞ്ഞു. ഇപ്പോൾ റെഡിയാവാം ആൻറ്റി, എനിക്കധികം ടൈം വേണ്ട, യാമി ഒരു ചിരിയോടെ പറഞ്ഞു. സുഭദ്രാമ്മ ഇത്രയും നാളും അവളോട് കാണിക്കാത്ത ഒരു അടുപ്പത്തോടെയാണ് ഇന്നലെ മുതൽ സംസാരിക്കുന്നത്. അത് യാമി ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ സരസ്വതി അമ്മ നല്ല വ്യക്തമായി ശ്രദ്ധിച്ചു. ശിവയ്ക്ക് വേണ്ടി ആയിരിക്കരുത്, അബിക്ക് വേണ്ടി ആയിരിക്കണേ അവളെ അവർ ഭാര്യയായി നോക്കുന്നത് എന്നൊരു ചിന്ത അവളുടെ മനസ്സിലുള്ളൂ. അങ്ങനെ ഇങ്ങനെയും ഒന്നും ഒരുങ്ങിയാൽ പോരാ, ഇവിടുത്തെ എല്ലാ ബന്ധുക്കളും അവിടെ ഉണ്ടാവും. നല്ല സുന്ദരിയായിട്ട് വേണം പോകാൻ. സുഭദ്രാമ്മ യാമിയുടെ അടുത്തേക്ക് വന്ന് അവളെ മെല്ലെ ഒന്ന് തഴുകി സ്നേഹത്തോടെ പറഞ്ഞു. അമ്മേ, ഞാൻ ഈ ഗോൾഡ്സൊക്കെ എടുക്കണോ? ഇളം റോസ് നിറത്തിലുള്ള സോഫ്റ്റ് സിൽക്ക് പട്ട് സാരിയിൽ ഇറങ്ങിയ താനു അവളുടെ ആഭരണപ്പെട്ടിയുമായി അടുക്കളയിലേക്ക് വന്നു കൊണ്ട് ചോദിച്ചു. കയ്യിൽ കരുതിക്കോ മോളെ, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ധരിച്ചാൽ മതിയല്ലോ. കുഞ്ഞോളോടും എല്ലതും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഒന്ന് പോയി നോക്കണം, ഇല്ലെങ്കിൽ അവൾ അത് എടുക്കില്ല. തനുവിൻ്റെ കവളിൽ മെല്ലെ താഴി സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് സുഭദ്രാമ്മ അടുത്തേക്ക് നടന്നു. ശിവ എന്തെങ്കിലും കഴിച്ചായിരുന്നോ സരസ്വതി? ഇല്ലെങ്കിൽ അവന് വേണ്ടതൊക്കെ എടുത്തു വെക്കാൻ മറക്കരുത്. അവൻ വൈകിട്ടേ അങ്ങ് വരൂ. പിന്നെ അവനോട് ചോദിച്ച് വേണ്ട ഷർട്ടൊക്കെ ഇന്നലെ തന്നെ തേച്ച് വെച്ചില്ലേ? അകത്തേക്ക് നടന്ന സുഭദ്രാമ്മ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ വിളിച്ചു ചോദിച്ചു. കുറച്ചു മുമ്പ് വന്ന് പുട്ടും കറിയും കഴിച്ച് റൂമിലേക്ക് തന്നെ പോയത് സുഭദ്രാമ്മേ. തേക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇന്നലെ കാലത്ത് മുതൽ പിന്നാലെ നടന്ന് ഞാൻ ചോദിക്കുന്നതാ. ഒന്നുമില്ലെന്നാ പറഞ്ഞത്. സരസ്വതി അമ്മ അടുക്കള വാതിലോളം ചെന്ന് സുഭദ്രാമ്മയ്ക്ക് മറുപടി കൊടുത്തു. ശരി, പെട്ടെന്ന് ഒരുങ്ങ്, സുഭദ്രാമ്മ കുഞ്ഞോളുടെ റൂമിലേക്ക് കടക്കും മുന്നേ പറഞ്ഞു. കുളി കഴിഞ്ഞ് സച്ചുൻ്റെ അടുത്തേക്ക് ഇറങ്ങിയ ശിവ ഒരു ചൂളം വിളിയോടെ അടുക്കളയിലേക്ക് വന്നു. താക്കോൽ എൻ്റെ ബൈക്കിനടുത്തുള്ള ചെടിച്ചട്ടിയിൽ താഴെ വെച്ചാൽ മതിട്ടോ സരസു, വേറെ എവിടെയും കൊണ്ടുപോയി വെക്കരുത്, ശിവ ആദ്യം തന്നെ പറഞ്ഞു വെച്ചു. യാമി അവനെ തിരിഞ്ഞു നോക്കാനേ നിന്നില്ല. നോക്കിയാൽ ചിലപ്പോൾ ഇന്നലത്തേതിന് പകരമായി എന്തെങ്കിലും അവൻ ചെയ്യുമെന്ന് അവൾക്കറിയാം. എന്തെങ്കിലും തേക്കാനുണ്ടോ കുഞ്ഞെ? സരസ്വതിയമ്മ പിന്നെയും ഒന്ന് ചോദിച്ചു. ഓ, എനിക്ക് കിട്ടാതെ പോയവരുടെ കല്യാണമല്ലേ, തേച്ചും എനിക്ക് ഷർട്ടൊന്നും ഇടാനുള്ള മനസ്സിപ്പോൾ എനിക്കില്ല സരസു. യാമി ഇന്നലെ പറഞ്ഞത് മനസ്സിൽ വെച്ചവൻ തെല്ല് സങ്കടം നടിച്ച് പറഞ്ഞതും വേണ്ടാത്ത പണിക്ക് നിൽക്കണമായിരുന്നോ എന്നൊരു ചോദ്യഭാവത്തിൽ താടിയിൽ കൈയും കൊടുത്ത് സരസ്വതിയമ്മ നിന്നു. ഡി മാമി, തന്നെ തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്നവളെ നോക്കി ശിവ പെട്ടെന്ന് വിളിച്ചു. യാമി ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. ഇവിടെ വന്നേ, ഒരു കാര്യം പറയട്ടെ. ശിവ മുണ്ടും മടക്കി അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവളെ കൂടെ വരാൻ വിളിച്ചു. എന്ത് കാര്യം? സരസ്വതിയമ്മ സംശയത്തോടെ ചോദിച്ചു. അക്കാര്യം സരസു കേട്ടാ ശരിയാവില്ല, നീ വാടി. ശിവ അവളെ വീണ്ടും അടുത്തേക്ക് വിളിച്ചതും പോവണോ പോവണ്ടേ എന്നൊരു ഭാവത്തിൽ നിന്ന് യാമി മെല്ലെ അവൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ? യാമി കുറച്ച് ദൂരെ നിന്നുകൊണ്ട് ചോദിച്ചു. ഇങ്ങോട്ട് വാ, പറയട്ടെ. ശിവ അവളെ മാടി അടുത്തേക്ക് വിളിച്ചു. വേണ്ട, ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. യാമി അവൻ്റെ അടുത്തേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. ദേ, എനിക്ക് നേരമില്ല, കളിക്കാതെ വാ. ശിവ ശബ്ദം കടുപ്പിച്ചതും എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്ന് മനസ്സിലായവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നീ പോകുന്നില്ലേ കല്യാണത്തിന്? അടുക്കള വാതിൽക്കൽ നിന്ന് തങ്ങളെ ഒളിഞ്ഞു നോക്കുന്ന സരസ്വതിയമ്മയെ ഇടങ്ങാനിട്ട് നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. യാമി മെല്ലെ മോളി. പോകുമ്പോൾ കുഞ്ഞോളുടെ കൂടെ തന്നെ നിന്നോണം, മറ്റെങ്ങോട്ടും മാറരുത്. അവളുടെ ഭർത്താവെന്ന് പറയുന്നവൻ അവിടെ വരും. ചിലപ്പോൾ ഇവളെ കണ്ട് സംസാരിക്കാൻ അടുത്തേക്ക് വരും. മാറിക്കൊടുക്കരുത്. കുടുംബക്കാരുടെ മുന്നിൽ അവൻ മാന്യനാ. അതുകൊണ്ട് ആളുള്ളപ്പോൾ അവൻ അവളെ ഒന്നും പറയാൻ നിൽക്കില്ല.
അതുകൊണ്ട് കുഞ്ഞോളുടെ കൂടെ തന്നെ നിൽക്കണം. മനസ്സിലായോ? ശിവ ഇത്തിരി ഗൗരവത്തോടെ അവളെ നോക്കി കാര്യങ്ങൾ പറഞ്ഞു. ശിവ വരില്ലേ അങ്ങോട്ട്? യാമി സംശയത്തോടെ ചോദിച്ചു. ഞാൻ വരാൻ രാത്രിയാവും. ശിവ അതിനലസമായി മറുപടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. യാമിയുടെ കണ്ണുകൾ അവനെ കുഞ്ഞൊരിഷ്ടത്തോടെ നോക്കി നിന്നുപോയി. അവനടുത്ത് വരുമ്പോഴും ഇങ്ങനെ സൗമ്യമായി സംസാരിക്കുമ്പോഴുമെല്ലാം തൻ്റെ ഹൃദയം അവനെ അത്രമേൽ കൗതുകത്തോടെ കാതോർത്തു പോകുന്നു. അവൻ പോയി പെണ്ണെ, വന്ന് റെഡിയാവാൻ നോക്ക്. സരസ്വതി അമ്മ തെല്ലു ചൂടിയോടെയുള്ള വർത്താനം കേട്ടാണ് യാമി ശിവയിൽ നിന്നും പൊടുന്നനെ നോട്ടം മാറ്റി തിരിഞ്ഞു നോക്കുന്നത്. അല്ലെങ്കിലും ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് നല്ലതൊന്നും കണ്ണിന് പിടിക്കില്ല. അടുക്കളയിലേക്ക് തിരിഞ്ഞവർ ഇഷ്ടക്കേടോടെ പിറുപിറുത്തു. യാമി റെഡിയാവാനായി വേഗം റൂമിലേക്ക് നടന്നു. ഇതേ സമയം കുഞ്ഞോളാണെങ്കിൽ തന്നെ ആരോ കൊല്ലാൻ കൊണ്ടുപോകുന്നത് പോലെയാണ്. ഒരുങ്ങാനും അവിടെ നിന്ന് ഇറങ്ങാനും മനസ്സില്ലാതെ അവൾ അവിടെ മനസ്സുരുക്കി നിന്നു. ഇന്നലെ രാത്രി മുതൽ അവളുടെ ഫോണിലേക്ക് വരുന്ന തേജസിൻ്റെ കോൾ. അത് കാണുമ്പോൾ അവളുടെ മനസ്സിലെ ഭയം ഇരട്ടിക്കും. അവിടെ ചെന്നാലുള്ള തൻ്റെ അവസ്ഥ ഓർത്ത് കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങിയതും അവളുടെ ഫോൺ റിങ് വീണ്ടും ചെയ്തു. അത് പക്ഷേ തേജസ് ആയിരുന്നില്ല, സച്ചുവിൻ്റെ കോളായിരുന്നു. പ്രശ്നം നടന്ന് ഇക്കാലം വരെ അവൻ്റെ കോൾ എടുത്തിട്ടില്ല അവൾ. അതുകൊണ്ടാണ് പറയാനുള്ളതൊക്കെ ഒരു കത്തായി ഏട്ടൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷേ അവൾക്ക് അവൻ്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി. കൂടെയുണ്ടെന്നുള്ളൊരു ആശ്വാസവാക്ക് തൻ്റെ ഹൃദയത്തെ ഇപ്പോഴത്തെ മനോവിഷമത്തിൽ നിന്നും കരകയറ്റുമെന്ന് തോന്നി. ഏറെ ആലോചിച്ച് മടിച്ചവൾ ആ കോൾ അറ്റൻഡ് ചെയ്ത് കാതോരം വെച്ചത്. അനു. സച്ചുവിൻ്റെ സ്നേഹത്തോടെയുള്ള വിളി കാതിൽ കേട്ടതും അനുവിലൂടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കവിളിലേക്ക് ഒഴുകി തുടങ്ങി. തന്നെ ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ വിട്ടവനോട് അവൾക്ക് ദേഷ്യം തോന്നി. ഒപ്പം തന്നെ വിട്ടുകൊടുക്കില്ലേ എന്നൊരു തേങ്ങലും ഉയർന്നു. അനു. സച്ചു ഇടർച്ചയോടെ വിളിച്ചു. കരേണ്ട, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ശിവയ്ക്ക് ചെറിയൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാ ഇപ്പോൾ നിൻ്റെ കൂടെ വരാത്തത്. അത് കഴിഞ്ഞുടനെ അവനങ്ങ് വരും. ഇല്ലേ ഞാൻ കൊണ്ടുവന്ന് വന്നോളാം. എൻ്റെ മോളിങ്ങനെ കരഞ്ഞ് പേടിച്ച് നിന്നാൽ ആ മറ്റൻ്റെ ധൈര്യം കൂടുകയുള്ളൂ. അതുണ്ടാവരുത്. ദേ നോക്ക്, എന്നെ കൊന്നാലേ ഇനി നിൻ്റെ അച്ഛനെ അവൻ്റെ കൂടെ നിന്നെ പറഞ്ഞേക്കാനൊക്കൂ. ഞാനില്ലേടി, നമുക്ക് ജീവിക്കണ്ടേ? ഒരു പേടിയും വേണ്ട. ധൈര്യമായിട്ട് പോയിട്ട് വാ. അവൾ കരയുകയാണെന്ന് കണ്ടതും സച്ചു തൊണ്ടയിൽ തടഞ്ഞു നിന്നൊരു നൊമ്പരത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് വേഗം കോൾ കട്ട് ചെയ്തു. രാജശേഖരനൊപ്പം സുഭദ്രാമയും സരസ്വതി അമ്മയും ആണെങ്കിൽ അഭിക്കും മജുവിനും ഒപ്പമായിരുന്നു യാമിയും കുഞ്ഞോളും. ആനിയും തനുവും അവരുടെ കാറിലും. അങ്ങനെ 3 കാറിലായിട്ടാണ് അവിടുന്ന് വിവാഹത്തിനായി പുറപ്പെട്ടത്. തേജേട്ടായിയും ഫാമിലിയും ഒക്കെ വൈകിട്ട് എത്തുന്നല്ലേ? ആകെ മൂകമായി ഇരിക്കുന്ന കുഞ്ഞോളെ ഒന്ന് നോക്കിക്കൊണ്ട് അജു സ്വാഭാവികമായ ഭാവത്തിൽ അഭിയോട് ചോദിച്ചു. അഭി കുഞ്ഞോളെ ഒന്ന് നോക്കിക്കൊണ്ട് മെല്ലെ മൂളിയതല്ലാതെ അവരെക്കുറിച്ചുള്ള സംസാരം കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാൻ നിന്നില്ല. ഈ കാവ്യ അജുവേട്ടൻ്റെയും കൂടെ മുറപ്പെണ്ണല്ലേ? യാമി വെറുതെ ഒരു ചോദ്യം പോലെ ചോദിച്ചു. അതെ, എന്തേ ചോദിച്ച്? അജു അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു. അല്ല, ശിവയുമായുള്ള എൻഗേജ്മെൻറ്റ് മുടങ്ങിയപ്പോൾ അജുവേട്ടനല്ലേ അടുത്ത ചാൻസ് ഉണ്ടാവുക? നല്ല കുട്ടിയാണെങ്കിൽ കാവ്യ അജുവേട്ടന് വിവാഹം കഴിച്ചുകൂടായിരുന്നു. യാമി അത്രയും കാര്യമായി ആലോചിച്ചു കൊണ്ടൊരു ചോദ്യം ചോദിച്ചതും അഭിയും അജുവും പരസ്പരം നോക്കി മെല്ലെ ചിരിച്ചു. കാവ്യയും അജുവും ഒട്ടും സെറ്റാവില്ല യാമി. കാവ്യ ശിവയുടെ കൂട്ടാ. അഭി ഒരു ചിരിയോടെ യാമിയെ നോക്കി പറഞ്ഞതും യാമിയുടെ കണ്ണുകൾ എന്തിനോ പിടച്ചിലോടെ ഇമ വെട്ടി. ദേ, ഇവളും ശിവയും കാവ്യയും, പിന്നെ സച്ചുവും പാറുവും. പാറു ഇവരുടെ അത്ര ഒന്നും ഇല്ലട്ടോ, ചെറുതാ. എന്നാലും ഇവരൊക്കെ ശിവയുടെ ടീമാണ്. ഞാനും ഇവനും എപ്പോഴും പുറത്ത്. ഡ്രൈവിങ്ങിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിലും അഭിയുടെ മനസ്സിൽ പഴയകാല ഓർമ്മകൾ തെളിഞ്ഞു. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുമ്പോൾ കുഞ്ഞോള് പെട്ടെന്ന് കരയും. പക്ഷേ കാവ്യ, അവളതെ ശിവയ്ക്ക് വേണ്ടി ഇവൻ്റെ സൈക്കിൾ പുഴയിലേക്ക് തള്ളിയിട്ട് വരെ ഉണ്ട്. ഭയങ്കര ദേഷ്യ പെണ്ണിന്. പക്ഷെ അച്ഛനെയും അമ്മാവനെയും ഒക്കെ ഭയങ്കര പേടിയാണ്. അവളുടെ പേടി കണ്ട അന്ന് സൈക്കിൾ തള്ളിയിട്ട കുറ്റം അച്ഛൻ്റെ മുന്നിൽ ശിവ ഏറ്റെടുത്തത്. അതിൻ്റെ പേരിൽ അച്ഛൻ അവനെ ഒത്തിരി തല്ലി. പക്ഷെ എത്ര കിട്ടിയാലും കല്ലുപോലെ അങ്ങ് നിന്നു കൊണ്ടോളും അവൻ. അച്ഛൻ തല്ലി തളരുമെന്നല്ലാതെ അവനൊരു കുലുക്കവും ഉണ്ടാകില്ല. അല്ലേടാ? അഭി അജുവിനെ നോക്കി ഒരു ചിരിയോടെ ചോദിച്ചു. അപ്പോൾ നിങ്ങളാരും പറഞ്ഞില്ലേ കാവ്യ സൈക്കിൾ തള്ളിയിട്ടേന്ന്? യാമി സംശയത്തോടെ അവരെ നോക്കി. ഏയ്, അവൻ്റെ കയ്യിൽ നിന്നും വേണ്ടോളം വാങ്ങി നിൽക്കല്ലേ ഞങ്ങൾ. അച്ഛനെങ്കിൽ അച്ഛൻ 4 കൊടുക്കട്ടെ എന്ന് കരുതി. അഭി ഫ്രണ്ട് മിറലിലൂടെ യാമിയെ നോക്കി കണ്ണിറുക്കിയൊരു ചിരിയോടെ പറഞ്ഞതും യാമി അവനെ വല്ലാത്ത മൂർച്ചയോടെ തുറച്ചു നോക്കി. ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതടോ, അന്ന് അങ്ങനത്തെ ചിന്തിക്കാനുള്ള ബുദ്ധിയല്ലേ ഉണ്ടാവൂ. യാമിയുടെ നോട്ടം കാണി അഭി ചിരിയോടെ തന്നെ പറഞ്ഞു. നിങ്ങളപ്പോൾ കഥയിലെ വില്ലന്മാരാ അല്ലേ? യാമി കളിയാക്കി ചോദിക്കും പോലെ ചോദിച്ചു. ഹാ, ഇപ്പോൾ തനിക്ക് അതൊക്കെ തോന്നും. അവൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എന്നല്ല വേറെ ആരായിരുന്നാലും അതൊക്കെ തന്നെ ചെയ്യും. അജു ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു.
നിങ്ങളെ പിടിച്ച് വെറുതെ തല്ലാൻ ശിവയ്ക്ക് ഭ്രാന്തൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതാ അവൻ തല്ലിയത്. യാമി അവൾ പോലും അറിയാതെ ചൂടിയോടെ പറഞ്ഞുപോയി. അജു അവളെ വല്ലാത്തൊരു ഭാവത്തിൽ തിരിഞ്ഞു നോക്കിയെങ്കിൽ അഭി ഒരു ചിരിയോടെ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു. അല്ല, വെറുതെ വെറുതെ ഇപ്പോൾ ആരും തല്ലില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞേ. അജുവിൻ്റെ നോട്ടം കാണേ അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. ദേഷ്യം വന്നാൽ പിന്നെ തല്ലാൻ അങ്ങനെ പ്രത്യേക കാരണങ്ങളൊന്നും വേണ്ടടോ അവന്. അഭി യാമിയൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ, അത് കറക്റ്റ്. അല്ല, ശിവയുമായി അത്രയ്ക്ക് കൂട്ടായിട്ടും പിന്നെന്തേ ശിവ ആ കുട്ടിയെ വിവാഹം കഴിക്കാനത്? ഈ സംഭവം അറിഞ്ഞതു മുതൽ ഉള്ളിൽ വിങ്ങി നിന്നൊരു ചോദ്യം അത്രമേൽ സ്വാഭാവികത വരുത്തിക്കൊണ്ടവൾ ചോദിച്ചതും ഹൃദയം എന്തിനോ വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു. താനാ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ കൂടി അവിടെ മറ്റാരും ഉണ്ടാവില്ലേ എന്നൊരു പ്രാർത്ഥന അവളുടെ ഹൃദയമിടിപ്പുയർത്തി. അവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നടോ. നിശ്ചയം വേണ്ടെന്ന് അത്രയും പേരുടെ മുന്നിൽ വെച്ചവൻ പറഞ്ഞപ്പോൾ എന്തൊരു കരച്ചിലായിരുന്നു. ആ കരച്ചിൽ കണ്ടിട്ടാ അച്ഛൻ അധികം ദേഷ്യം വന്നത് തന്നെ. അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള തല്ലൊക്കെ വാങ്ങിക്കൂട്ടി ഏറ്റവും അവസാനം അവൻ തന്നെയാ കാവ്യയെ ആശ്വസിപ്പിച്ചതും. കല്യാണം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞങ്ങളെല്ലാവരും ഞെട്ടി. കാരണം അവർ തമ്മിൽ അത്രയ്ക്ക് നല്ല അടുപ്പത്തിലായിരുന്നു. അവർ ചുമ്മാ ഫ്രണ്ട്സാണ്, അതിൽ കവിഞ്ഞൊന്നും ഇല്ലെന്ന് ഞാൻ ഇവനോട് പണ്ടേ പറയാറുള്ളതാ. കേൾക്കണ്ടേ, രുദ്രനൊരു പ്രണയമുണ്ടെങ്കിൽ അത് ആ മറ്റവൻ്റെ പെങ്ങളല്ലാതെ മറ്റാരും ആവില്ല. നീ നോക്കിക്കോ, ഒരു ദിവസം അവൻ അവളെ കെട്ടി വീട്ടിലേക്ക് കയറി വരും. ഞാനാ പറയുന്നത്. അഭിമന്യ ഓരോ കാര്യങ്ങളുമായി യാമയോട് പറഞ്ഞു കൊടുക്കെ അജു പെട്ടെന്ന് പറഞ്ഞതും യാമയുടെ മിഴികൾ അവനെ പകപ്പോടെ നോക്കി. പാറു, അവൾക്ക് ശിവയെ ഇഷ്ടമാണോ? യാമി വല്ലായ്മയോടെ ചിന്തിച്ചു. 1-2 തവണയെ പാർവതിയെ അവൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ കണ്ടപ്പോഴൊക്കെയും അവളുടെ മുഖത്തുണ്ടായിരുന്ന ചിരിയും കണ്ണുകളിലെ തിളക്കവും എല്ലാം ശിവയ്ക്ക് നേർക്കായിരുന്നു. ഓർക്കും തോറും യാമി വല്ലാതെ അസ്വസ്ഥതയായി. ആരോടും എന്തിനേറെ തൻ്റെ ഹൃദയത്തെ പോലും അറിയിക്കാനാവാത്തൊരു പിരിമുറുക്കം അവളെ കൈയടക്കി. കുഞ്ഞോൾ ഉറങ്ങിയോ? അവർക്കിടയിൽ അത്രയും സംസാരം നടന്നിട്ടും ഒരക്ഷരം മിണ്ടാതെ കണ്ണടച്ചിരിക്കുന്നവളെ കാണെ അഭി സംശയത്തോടെ ചോദിച്ചു. ഉറങ്ങിയെന്ന തോന്നുന്നത്, യാമി അരികിലിരിക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉഴറുന്ന മനസ്സുമായി കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു അവൾ. അവരുടെ ആ സംസാരം കേട്ടെങ്കിലും ഒന്നും പറയാൻ നിന്നില്ല. അവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് സുഭദ്രാമ്മയുടെ ആങ്ങളുടെ വീട്ടിലേക്ക്. എന്നിട്ട് ഇൻ്റർവ്യൂ പാസ്സായോ അവള്? അടുത്തിരിക്കുന്ന ശിവയെ നോക്കി സച്ചു സംശയത്തോടെ ചോദിച്ചു. പൊട്ടേണ്ടതായിരുന്നു, പിന്നെ പാവമല്ലേ എന്ന് കരുതി 1-2 ഞാൻ പറഞ്ഞു കൊടുത്തു. ശിവ അലസമായി പറഞ്ഞു. എടാ, അപ്പോൾ നീ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത് കാര്യമായിട്ടല്ലേ? സച്ചു പിന്നെയും സംശയം മാറാതെ അവനെ നോക്കി. പിന്നല്ലാണ്ട്, ചുമ്മാ ഡിവോഴ്സ് വേണമെന്ന് പറയാൻ എനിക്ക് വട്ടൊന്നുമില്ല. ശിവ തെല്ല ചൊടിയോടെ സച്ചുവിനെ നോക്കി. എന്നിട്ടാണോ നീ അവളെ US വിടുന്നത്? ഡാ, ഡിവോഴ്സ് ഫയൽ ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 6 മാസമെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. അല്ലാതെ കേസ് ഫയൽ ചെയ്താൽ അവർ പറയും രണ്ടാളോടും ഒരുമിച്ച് 6 മാസം ജീവിക്കാൻ. എന്നിട്ടും ഒത്തുപോകുന്നില്ലെങ്കിൽ മാത്രമേ ഡിവോഴ്സ് നൽകാമെന്ന്. സച്ചു ഗൗരവത്തോടെ പറഞ്ഞതും ശിവ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു ഭാവത്തിൽ അവനെ നോക്കി. അതേടാ, യാമിയുടെ കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായും നോക്കും. കാരണം ഡിവോഴ്സ് വേണമെന്ന് അവൾ നേരിട്ട് ആവശ്യപ്പെട്ടാൽ കൂടെ അത് അനുവദിക്കണമെങ്കിൽ അവർക്കൊരു അന്വേഷണം തന്നെ ഉണ്ടാവും. സച്ചു കാര്യങ്ങൾ വ്യക്തമായി ശിവയോട് പറഞ്ഞതും എല്ലാം നീയല്ലേ വരുത്തി വെച്ചത് എന്നൊരു ഭാവത്തിൽ സച്ചുവിനെ രൂക്ഷമായി നോക്കിയവൻ. ചൂടാവല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഡിവോഴ്സ് റെഡിയാക്കാം. പക്ഷേ 6 മാസം കഴിയാതെ അവൾ എങ്ങോട്ടും പോകരുത്, നിന്റെ കൂടെ തന്നെ വേണം. ശിവയുടെ തോളിൽ കൈവച്ചുകൊണ്ട് സച്ചു പറഞ്ഞു. 6 മാസം പോയിട്ട് 5 ദിവസം പോലും അതിന് സഹിക്കാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോട്ടെ എന്ന് വെച്ചാൽ ഇന്നലെ. ഇനിയിപ്പോൾ ഞാൻ തന്നെ ആ പോക്ക് മുടക്കണ്ടേ? പോകുന്നത് ആലോചിച്ച് ഭയങ്കര സന്തോഷത്തിലാ കക്ഷി. ഞാനെങ്ങാനും അത് മുടക്കി എന്നറിഞ്ഞാൽ പിന്നെ എണ്ണയിൽ കടുകിട്ട പോലെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കും പെണ്ണ്. സച്ചുവിനെ നോക്കി ശിവ ആലോചനയോടെ പറഞ്ഞു. നമ്മളാ അത് ചെയ്തെന്ന് തൽക്കാലം അവൾ അറിയണ്ട, സച്ചു ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ പറയില്ല, നീ കുഞ്ഞോളോടൊന്നും ഇതൊന്നും പറയണ്ട. അവൾ അറിഞ്ഞാൽ മറ്റവൾ അറിയും. ശിവ അവൻ്റെ ബൈക്കിലേക്ക് കയറി ഇരുന്നു കൊണ്ട് പറഞ്ഞു. അതൊന്നും ഞാൻ പറയില്ല, നീ ഒന്ന് വേഗം അങ്ങോട്ട് ചെല്ല്, ഇനിയും മടിച്ച് നിൽക്കല്ലേ. സച്ചു ഉമ്മറപ്പടിയിൽ നിന്നും അവൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു. എനിക്കെന്ത് മടി, ഞാൻ ആ പ്രമോദിനെ കാണേണ്ട ആവശ്യം ഉണ്ടായിട്ടാണ് പോവാതിരുന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ, ഇനിയിപ്പോൾ നേരെ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷായി അങ്ങോട്ടേക്ക്. ശിവ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. അവളെ ഇനിയും ആ ദേശമോൻ്റെ മുന്നിൽ കരയാനായിട്ട് കൊടുക്കരുത്, സച്ചു മുറുകിയ മുഖത്തോടെ ഓർമ്മിപ്പിച്ചു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ, കൂടെ ഇറങ്ങി വരാൻ ഒരുക്കമല്ലായിരുന്നോ?
അവള് എന്തിനാ കണ്ടാന് കരയിപ്പിക്കാൻ വിട്ടുകൊടുത്തത്? സച്ചുനെ ഒന്ന് ചൊടിപ്പിക്കാൻ എന്നോണം ശിവ ചോദിച്ചു. നിന്റെ തന്തയില്ലേ, അങ്ങേരോട് പോയി ചോദിക്ക് ഞാൻ എന്തിനാ അവളെ കൈവിട്ടതെന്ന്. സച്ചു കലിയോടെ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു നടന്നു. ഓ, തന്തയെ ചോദ്യം ചെയ്യാനൊന്നും ഞാൻ വളർന്നിട്ടില്ല. പക്ഷെ ഇപ്പം പറയുന്നു, പ്രശ്നം വഷളാവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വഷളായാൽ ഈ ലോകം തലകീഴായി മറിഞ്ഞാലും വേണ്ടില്ല, വീട്ടിൽ വന്ന് അവളെ വിളിച്ചിറക്കി കൂടെ കൂട്ടിക്കോണം. ശിവ അല്പം കളിയായും തെല്ല് കാര്യമായും പറഞ്ഞു. ഇന്ന് വരണോ? സച്ചു അവനെ നോക്കി അത്രയും ഗൗരവത്തോടെ ചോദിച്ചു. ഇന്നെന്തായാലും വേണ്ട, കല്യാണം നടക്കട്ടെ, അത് കഴിഞ്ഞാവും കോടതി കൂടൽ. അവൻ വല്ലാണ്ട് നല്ല പിള്ള ചമ്മഞ്ഞാൽ മുന്നും പിന്നും നോക്കില്ല. അവൻ ആരാണെന്നും എന്താണെന്നും എല്ലാവരും അറിയിക്കും, അത്ര തന്നെ. ശിവ ബൈക്ക് മെല്ലെ മുന്നോട്ട് എടുത്തുകൊണ്ട് പറഞ്ഞതും സച്ചു അവനെ നോക്കി തീർത്തും ഗൗരവത്തോടെ നിന്നു. ചാവേണ്ടി വന്നാലും ഇനി അവളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു.